നാടിനെ നടുക്കിയ പനയമ്പാടം വാഹനാപകടത്തിന് ശേഷം 4 കുരുന്നുകളില്ലാത്ത കരിമ്പ ഹൈസ്കൂളിലേക്ക് സഹപാഠികൾ വീണ്ടും എത്തി. വിതുമ്പലോടെ സഹപാഠികളെ അനുസ്മരിച്ച ശേഷമാണ് ക്ലാസുകൾ ആരംഭിച്ചത്. കുട്ടികൾക്ക് ആവശ്യമെങ്കിൽ കൗൺസിലിംഗ് ഉറപ്പാക്കുമെന്ന് പ്രധാന അധ്യാപകൻ വ്യക്തമാക്കി. പനയമ്പാടത്ത് റോഡിന് ഗ്രിപ്പ് ഉറപ്പാക്കുന്ന നടപടികൾ തുടങ്ങി. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ്സിൽ ഇനി ആ 4 പേരുടെ ഇരിപ്പിടങ്ങൾ ഒഴിഞ്ഞുകിടക്കും. കളി പറയാനും വഴക്കുകൂടാനും ഇനി അവരുണ്ടാകില്ല. ആയിരം ആകുലതകളോടെയാണ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി വിദ്യാർത്ഥികളും അധ്യാപകരും ഇന്ന് സ്കൂളിലെത്തിയത്. അവർക്കു വേണ്ടി ഒരു നിമിഷം മൗന പ്രാർത്ഥനകൾ അർപ്പിച്ച് അനുശോചന യോഗം. യോഗത്തിനിടെ ചിലർ സങ്കടം സഹിക്കവയ്യാതെ ക്ലാസ് മുറികളിലേക്ക് പാഞ്ഞു. ചിലരിപ്പോഴും അപകടത്തിന്റെ മരവിപ്പിൽ. 5 കുട്ടികൾ ഒരുമിച്ച് നടന്നു പോവുകയായിരുന്നു. അതിൽ ഒരു കുട്ടിയും രക്ഷപ്പെട്ടു. ആ കുട്ടിയുടെ വീടുകളിൽ ഞങ്ങൾ ഈ കഴിഞ്ഞ എല്ലാ ദിവസവും പോയിരുന്നു. ആദ്യത്തെ ഒരു ദിവസം ആ കുട്ടി വളരെ നോർമലായിട്ടാണ് കാണപ്പെട്ടത്. പക്ഷെ പിന്നീട് ശനിയാഴ്ച ഞങ്ങൾ ചെല്ലുമ്പോൾ തകർന്ന അവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ഉച്ചയോടെ അവിടെ എത്തിയപ്പോഴും ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കൗൺസിലർ ഉൾപ്പെടെയുള്ള ആളുകളാണ് പോയത്. ആ കുട്ടിയെ നിർബന്ധിച്ച് ഭക്ഷണമൊക്കെ കഴിപ്പിച്ച് ഒരുപാട് സമയം ആ കുട്ടിയുടെ കൂടെ ചെലവഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അപകടം തുടർക്കഥയായ പനയമ്പാടത്ത് റോഡ് നവീകരണം തകൃതിയാണ്. അപകട മേഖലയിലെ മിനുസം കുറയ്ക്കുന്ന ഡയമണ്ട് കട്ടിംഗ് ആരംഭിച്ചു. സംയുക്ത സംഘം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സർക്കാരിന് കൈമാറും. അങ്ങനെ ആ 4 പേരില്ലാത്ത സ്കൂളിലേക്ക് സഹപാഠികൾ ഇന്ന് വീണ്ടും എത്തി. ഇനി പതുക്കെ ആ യാഥാർത്ഥ്യം ഇവർക്ക് ഉൾക്കൊണ്ടേ മതിയാകൂ. നിഖിൽ പ്രമേഷ്, 24 പാലക്കാട്.